നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ പൂരനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല ദൈവാധീനമുള്ള ഒരു മാസമാണ്. കർമാധിപതി 7-ാം തീയതി നിവർത്തി സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ 7-ാം തീയതിക്ക് ശേഷം തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. 7-ാം ഭാവാധിപതി പഞ്ചമഹാവൃക്ഷത്തിലെ ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ആഗ്രഹിച്ചാലും ആ നിവർത്തി സ്ഥാനാധിപതി ബലവാനായി നിൽക്കുന്ന കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി വരാനുള്ള യോഗമുണ്ട്. എന്നാൽ പ്രിയകലഹസ്തകത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ശനിയോട് ചേർന്ന് ശുക്രൻ നിൽക്കുമ്പോൾ അത് ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണമല്ല. പ്രിയകലഹങ്ങളുണ്ടാകുക, ഭാര്യാഭർത്തക്കന്മാർ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പിണക്കം പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനായിട്ട് വരിക. മാത്രമല്ല ആഗ്നേയഗ്രഹമായിരിക്കുന്ന സൂര്യനും 14-ാം തീയതി 7-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആഗ്നേയഗ്രഹമായിരിക്കുന്ന സൂര്യൻ 7-ാം ഭാവത്തിൽ വരുമ്പോൾ ലഗ്നാധിപതിയാണ്, ചന്ദ്രലഗ്നാധിപതിയാണ്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം കിട്ടാനുള്ള സാധ്യത കുറവാണ്. സഹോദര സ്ഥാനത്ത് സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഉച്ചബലവാനായിട്ടാണ് ഭാഗ്യാധിപതി 6-ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. എന്നാൽ ധനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. 2-ാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവും കൂടി നിൽക്കുന്നത് കാരണം കൊണ്ട്. എന്നാൽ അതുകൊണ്ട് വിശ്രുത ഗുണ എന്ന് പറയുന്നൊരു യോഗം കൂടി ആ ബുധൻ ചെയ്യുന്നുണ്ട്. അതായത് കീർത്തി കേൾക്കുക, അല്ലെങ്കിൽ 4 പേർ അറിയപ്പെടുക, പ്രശസ്തി നേടുക മുതലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സ്കില്ലുള്ളവർക്കൊക്കെ 4 പേർ അറിയപ്പെടുന്ന പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. അതേപോലെ കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്ക് ഇതേ സംബന്ധിച്ചിടത്തോളം 4 പേർ അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള യോഗമുണ്ട്. നല്ല ഭാഗ്യമുള്ളത് കാരണം കൊണ്ട് കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന രീതിയിലേക്ക് നടക്കാനുള്ള യോഗമാണ്. കർമാധിപതി നിവൃത്തി സ്ഥാനത്തുള്ള കാരണം കൊണ്ട് വീട് വിട്ട് നിന്നിട്ട് തൊഴിൽ നേടാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി കിട്ടും. അതേപോലെ തന്നെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ടെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നു നിൽക്കാനിട വരികയോ അതായത് സന്യാസ യോഗം പോലെയുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖം അനുകൂലമായിട്ട് പറയാൻ വയ്യാത്തൊരു മാസമാണ്. അതിനോടൊപ്പം തന്നെ കാമുകന്മാർ തമ്മിൽ ചെറിയ പ്രീതി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വാഹനം വാങ്ങുക പോലെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമാണ്. സ്വയം എന്താഗ്രഹിച്ചാലും അതിനൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് അലസതയും ശ്രദ്ധക്കുറവും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കണ്ണ്, ചെവി മുതലായുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കുറച്ച് ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ പോലും പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കൂടുതലായിട്ടും അനുഭവിക്കാനുള്ള യോഗമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന മാർച്ച് മാസത്തിലുള്ളത്. മാർച്ച് മാസത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതിനൊക്കെ സാധിക്കും. എന്നാൽ അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാതിരിക്കാനും എത്ര പണം കയ്യിലുണ്ടെങ്കിലും ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനും യോഗമുള്ള സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും നാഗപൂജ ചെയ്യുകയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുകയും ചെയ്താൽ ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.